ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള മത്തങ്ങ കൊണ്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മത്തങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം പോയതിനു ശേഷം തുറക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് മാഷ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ജീരകത്തിന്റെ പൊടിയാണ്. നല്ല ജീരകം പൊടിച്ചതാണ്. അത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൽ ഇപ്പൊ വെള്ളം ചേർക്കരുത്. മത്തങ്ങയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ആ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂടി പോവരുത്. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇത് മത്തങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ചപ്പാത്തിക്ക് മധുരം ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറച്ച് നെയ്യ് ഇതിന് മീതെ തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒന്നുകൂടി നമ്മുടെ മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഇത് കറി കൂട്ടിയോ കറി ഇല്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റിലുള്ള ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതൊന്ന് ഗോതമ്പ് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. വളരെ കുറച്ച് പൊടി മാത്രം മതിയാവും. ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നല്ല സുഖമാണ് പരത്തിയെടുക്കാനായിട്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ തവയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അടുത്തത് പരത്തിയെടുക്കാം. ഞാനിങ്ങനെ പരത്തുന്നതിനൊപ്പം തന്നെയാണ് ചുട്ടെടുക്കാറ്. നിങ്ങൾക്ക് പരത്തി വെച്ചിട്ട് ഒരുമിച്ച് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കല്ലാതെ ഇതുപോലെ ചുട്ടെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. കുറച്ച് നെയ്യും ഇത് തടവി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി എല്ലാതും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.